5-2 തോറ്റ റയൽ മാഡ്രിഡിനെ ഇത്രമാത്രം കളിയാക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന ഓരോ റയൽ മാഡ്രിഡ് ഫാൻസിനും ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയണം, ബ്രോ 75 വർഷം നിങ്ങൾ വെച്ചിരുന്ന ഒരു റെക്കോർഡാണ് ഇന്നലെ 5 ഗോൾ, അതും ലാസ്റ്റ് 22 മത്സരങ്ങളിൽ ലാലീഗയിൽ ഗോൾ സ്കോർ ചെയ്യാൻ പറ്റാതിരുന്ന ഗ്രീസ്മാൻ വന്ന് 5ാമത്തെ ഗോൾ അടിച്ചപ്പോൾ നിങ്ങൾ അറിഞ്ഞില്ല. 75 വർഷം നിങ്ങളിങ്ങനെ പിടിച്ചു വെച്ചിരുന്നൊരു റെക്കോർഡുണ്ടല്ലോ, അതങ്ങോട്ട് പോയി എന്നുള്ളതാണ് അതിൻ്റെ കാര്യം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. 5 ഗോൾ ഇതുവരേക്കും റയൽ മാഡ്രിഡിനെതിരെ ആർക്കടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, അത്ലറ്റിക്കോ മാഡ്രിഡിന് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതും ഇന്നലെ സംഭവിച്ചു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കണ്ടൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കൂടെ ഇൻസ്റ്റയിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിച്ചുകൊണ്ട് കാര്യത്തിലേക്ക് കിടക്കുകയാണ്. കഴിഞ്ഞ സീസണിൽ ഈ പറഞ്ഞതുപോലെ തന്നെ പരിക്ക് റയൽ മാഡ്രിഡിനെ കാര്യമായിട്ട് ബാധിച്ചു. അത് പലപ്പോഴും പല മത്സരങ്ങളിൽ തോൽക്കുമ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്ന ഒരു പല്ലവിയാണ്. പക്ഷേ ഈ സീസണിലേക്ക് വന്നപ്പോൾ അതല്ല അവസ്ഥ. ആദ്യ മത്സരങ്ങളെല്ലാം ജയിച്ച് വന്ന ഏറ്റവും ക്രൂഷ്യലായിട്ടുള്ളൊരു മത്സരത്തിലേക്ക് കയറിയപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് നല്ല സൈനിങ്ങൾ നടത്തി, നല്ല കോച്ചിനെ കൊണ്ടുവന്നു, എല്ലാം കൊണ്ടും റയലിന് ഒരു കാരണവും ഇനി പറയാനില്ല. അപ്പോഴാണ് ഈ 5-2 തോൽവി. അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വലിയ ന്യായീകരണമല്ല എന്ന് മനസ്സിലാക്കുക. പിന്നെ റയൽ മാഡ്രിഡിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ 7 മത്സരങ്ങൾ മെട്രോപൊളിറ്റാനോയിൽ നടന്നിട്ടുള്ളതിൽ ആകെ ഒരെണ്ണം മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചുള്ളത്. അതും 2022-23 സീസണിലാണ് അത് എന്നുള്ളതാണ് കേട്ടോ. പിന്നെ അവസാനത്തെ 4 മത്സരങ്ങളിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജയിക്കാനും പറ്റിയില്ല, ഇപ്പോൾ ഒരു തോൽവിയും കൂടെ ആയി എന്നുള്ളതാണ്. സോ ടെക്നിക്കലി കഴിഞ്ഞ മത്സരങ്ങൾ വെച്ച് നോക്കുമ്പോൾ മാഡ്രിഡിലെ രാജാവ് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ചുമന്നിരിക്കുകയാണെന്ന് പറയേണ്ടി വരില്ലേ? ഈ ഒരു തോൽവി കൊണ്ട് മാത്രം ലാലീഗ ഇനി അടിക്കാൻ സാധിക്കില്ല എന്നുള്ളതൊന്നുമല്ല. പക്ഷേ എപ്പോഴും ഡെർബി, അതും മാഡ്രിഡിലെ രാജാക്കന്മാർ ആരാണ് എന്ന് തീരുമാനിക്കുന്ന ഡെർബിയിൽ തോൽക്കുമ്പോൾ അതൊരു തോൽവി തന്നെയാണ്, അതൊരു ക്ഷീണം തന്നെയാണ്. പക്ഷേ കാര്യമില്ല, തിരിച്ചു വരും. ആ ക്ലബിൻ്റെ പേര് റയൽ മാഡ്രിഡ് എന്നാണ്. പലതവണയും അവർ ഇതിനേക്കാളും മോശം സമയത്ത് നിന്നും തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്.